ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന സംഭവമാണ് ഈശോ കാറ്റിനെയും കടലിനെയും ശാസിച്ച് കടലിനെ ശാന്തമാക്കുന്ന സംഭവം. ഈ അത്ഭുത സംഭവത്തിൽ ഈശോ പ്രവർത്തിക്കുന്ന ഈ അത്ഭുതം സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിഷയമാക്കാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, ജീവിതവുമായി ബന്ധമുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചു വചനഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോയും ശിഷ്യന്മാരും ഇതാ തോണിയിൽ കയറി കടലിലൂടെ മറുകരയിലേക്ക് യാത്ര ചെയ്യുന്നു. ഈശോ വള്ളത്തിൽ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ തോണി തുഴഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഉഗ്രമായ കാറ്റും കോളുമുണ്ടായി, കടൽക്ഷോഭമുണ്ടായി, തിരമാലകൾ ആഞ്ഞടിച്ച് വള്ളത്തിലേക്ക് കയറി. ശിഷ്യന്മാർ ഭയന്നു വിറച്ചു. വള്ളത്തിൽ വെള്ളം നിറയാൻ തുടങ്ങി. അവർ ഇതാ ഈശോയെ വിളിക്കുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ എഴുന്നേൽക്കുന്നു, കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു, ശാന്തതയുളവാകുന്നു. ശിഷ്യന്മാർ പരസ്പരം അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരാണ് എന്നും. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്: ഈശോ വള്ളത്തിൽ ഉണ്ടായിരുന്നിട്ടും, ഈശോ വഞ്ചിയിൽ ഉണ്ടായിരുന്നിട്ടും ഇതാ കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. ഈശോ വഞ്ചിയിൽ ഉണ്ടായിരുന്നിട്ടും ശിഷ്യന്മാർ പ്രതിസന്ധിയിൽ, ബുദ്ധിമുട്ടിൽ പെട്ടുപോകുന്നുണ്ട്. അതായത് കർത്താവ് സഞ്ചരിച്ച വള്ളത്തിന് ശിഷ്യന്മാരോടൊപ്പം കർത്താവ് ഉണ്ടായിരുന്നിട്ടും ഇതാ ആ വള്ളം അപകടത്തിൽപ്പെടുന്നതായി ഈ വചനഭാഗം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു പുതിയ സന്ദേശമുണ്ട്, അല്ലെങ്കിൽ വെണ്മയാർന്ന ഒരു ആശയമുണ്ട്. ഈശോ നമ്മുടെ ജീവിതത്തോണിയിൽ ഉണ്ട് എങ്കിൽ പോലും, ഈശോ നമ്മോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും, ഈശോ നമ്മുടെ അരികിൽ ഉള്ളപ്പോൾ പോലും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നേക്കാം. നമ്മോടൊപ്പം ഈശോ ഉള്ളപ്പോഴും, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോഴും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നേക്കാം. പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലരെയും വിധിക്കാറുണ്ട്. പലരുടെയും ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, സഹനങ്ങൾ ഇടതടവില്ലാതെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും വിധിക്കുകയോ ചുരുങ്ങിയ പക്ഷം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയോ ചെയ്യാറുണ്ട്. ദൈവഭയമില്ലാത്തതുകൊണ്ട്, ദൈവവിചാരമില്ലാത്തതുകൊണ്ട്, പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, പള്ളിയിൽ പോകാത്തതുകൊണ്ട് ആണ് അവരുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ദുരിതങ്ങൾ സംഭവിക്കുന്നത് എന്ന്. തീർച്ചയായും ദൈവകൃപയില്ലെങ്കിൽ ദുരിതങ്ങൾ സംഭവിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ എല്ലാ ദുരന്തങ്ങളുടെയും കാരണം ദൈവകൃപയില്ലാത്തതല്ല എന്ന സത്യവും നമ്മൾ തിരിച്ചറിയണം. നല്ലപോലെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കടന്നു വരും. നല്ലപോലെ തമ്പുരാനെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരും. എന്നും പള്ളിയിൽ പോകുന്ന, എന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന, എന്നും തമ്പുരാന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നേക്കാം. ഈ ഒരു സംഭവത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രതീകാത്മകമായി ചിന്തിക്കാം, കടൽ എന്ന് പറയുന്നത് ഈ ലോകമാണ്. വഞ്ചി എന്ന് പറയുന്നത് എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതമാകുന്ന വഞ്ചി ഈ ലോകമാകുന്ന കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും പല രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നേക്കാം. രോഗങ്ങളായി, ദാരിദ്ര്യമായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി, ജോലിയില്ലാത്ത അവസ്ഥയായി, ഭവനമില്ലാത്ത അവസ്ഥയായി, വിവാഹ തടസ്സമായി, കുഞ്ഞുങ്ങളിലുണ്ടാകാനുള്ള തടസ്സങ്ങളായി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളായി, പ്രത്യേകതകളായി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ കാറ്റും തിരയുമൊക്കെ കടന്നു വന്നേക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കടന്നു വരുന്ന കാറ്റും തിരയും ദൈവസാന്നിധ്യം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് എപ്പോഴും കരുതിയേക്കരുത്. നമ്മൾ വ്യക്തിപരമായ ആത്മപരിശോധന ചെയ്തു നോക്കുക. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? കൗദാശിക ജീവിതമാണോ ഞാൻ നയിക്കുന്നത്?
കൗദാശിക ജീവിതത്തിൻ്റെ പോരായ്മ കൊണ്ടാണോ എൻ്റെ ജീവിതത്തിലേക്ക് ഈ പ്രതിസന്ധികൾ കടന്നു വരുന്നതെന്ന് തീർച്ചയായിട്ടും ആത്മപരിശോധന ചെയ്തു നോക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. എങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളുടെയും കാരണം ഈശോ കൂടെ ഇല്ലാത്തതല്ല. ഈശോ കൂടെയുള്ളപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. ഈശോ അരികിലുള്ളപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നേക്കാം. ഈശോ നമ്മോടൊപ്പം ഉള്ളപ്പോഴും നമ്മുടെ ജീവിതമാകുന്ന തോണിയിലേക്ക് കാറ്റും അതുപോലെ തിരയുമൊക്കെ അടിച്ചു കയറിയേക്കാം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതാണ് ഈ ഒരു തിരുവചന ഭാഗം ഒന്നാമതായി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ വിധിക്കാതിരിക്കുക. ചിലരുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവരെ വിധിക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അല്ലെങ്കിൽ അപ്രകാരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിധിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ദൈവഭയമില്ലാത്തതുകൊണ്ട്, ദൈവവിചാരമില്ലാത്തതുകൊണ്ട്, പ്രാർത്ഥനയില്ലാത്തതുകൊണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ദൈവം കൂടെയുള്ളപ്പോഴും കർത്താവ് അരികിലുള്ളപ്പോഴും പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ജീവിതമാകുന്ന തോണിയിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും, കാറ്റും തിരമാലകളും എത്രമാത്രം ശക്തിയോടെ ആഞ്ഞടിച്ചാലും ജീവിതമെന്ന വഞ്ചി ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. എന്തുമാത്രം പ്രതിസന്ധികൾ വന്നാലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മെ ആ പ്രതിസന്ധികൾ മുക്കിക്കളയുകയില്ല. കുറേ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വലിയൊരു സത്യമാണത്. വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഏത് വിശുദ്ധനാണ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്തത്, ഏത് വിശുദ്ധയാണ് സഹനങ്ങളിലൂടെ കടന്നു പോകാത്തത്. അങ്ങനെ ഒരു വിശുദ്ധയെ കാണുക സാധ്യമല്ല. ഏതൊരു വിശുദ്ധയുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ, ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ശാരീരിക മാനസിക ആത്മീയ തലങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹനങ്ങളും ഒരുപാട് അനുഭവിച്ച് മുന്നോട്ട് പോയവരാണ് വിശുദ്ധാത്മാക്കൾ. എന്നാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്ത് അവർ നേടിയെടുത്തത് ഈശോയുടെ സാന്നിധ്യം അവരോടൊപ്പം അവരുടെ ജീവിതമാകുന്ന തോണിയിൽ ഉണ്ടായിരുന്നു എന്ന കാരണത്താലാണ്. ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ ഈശോയുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാകണം. ഈശോയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്തുമാത്രം പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാനായി നമുക്ക് സാധിക്കും. രണ്ടാമതായി ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. ശിഷ്യന്മാരിതാ നിലവിളിക്കുന്നു, കരയുന്നു, ഈശോയിൽ ആശ്രയിക്കുന്നു. ഈശോ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ഉടനെ തന്നെ അവിടെ ശാന്തത ഉളവാകുന്നു. ശിഷ്യന്മാർ അത്ഭുതപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിനു മുൻപ് മറ്റൊരു കാര്യം ഈശോ ചെയ്യുന്നുണ്ട്. ഇതാ ഈശോ മറ്റൊരു ശാസന, കാറ്റിനെ ശാസിക്കും മുൻപ്, കടലിനെ ശാസിക്കും മുൻപ് ഈശോ മറ്റൊരു കൂട്ടരെ ശാസിക്കുന്നുണ്ട്. അതാരെയാണ്? അത് ശിഷ്യന്മാരെയാണ്. ശിഷ്യന്മാരെ ഈശോ ശാസിച്ചു എന്ന വാക്ക് നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല എങ്കിൽ പോലും മറ്റൊരു പദം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഉണർന്ന ഈശോ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഈശോ പറയുന്ന ആദ്യ പദം അല്പവിശ്വാസികളെ എന്ന പദമാണ്. അത് ശിഷ്യരെ നോക്കി പറഞ്ഞതാണ്. അല്പവിശ്വാസികളെ എന്ന് ശിഷ്യരെ നോക്കി ഈശോ പറഞ്ഞത് ശകാരത്തിൻ്റെ ഭാഷയാണെന്ന് തീർച്ചയായും നമുക്ക് അനുമാനിക്കാം. ഈശോ അവരെയാണ് ആദ്യം ശാസിച്ചത്, ശിഷ്യന്മാരെയാണ് ആദ്യം ശാസിച്ചത്, അല്പവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്. തുടർന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വളരെ സുന്ദരമായ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. സത്യത്തിൽ ഈശോയെ ശിഷ്യന്മാർ ആശ്രയിച്ചു എന്നൊരു സത്യമാണ്. ശിഷ്യന്മാർ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നതും സത്യമാണ്. ശിഷ്യന്മാർ ഈശോയെ വിളിച്ച് കരഞ്ഞില്ലേ? തീർച്ചയായും ഈശോയെ വിളിച്ച് നിലവിളിച്ച് അവർ കരഞ്ഞു എന്നതും ഒരു സത്യമാണ്. ഇതൊക്കെ സത്യമാണ്. അവർ ഈശോയെ ആശ്രയിച്ചു, അവർ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു,
അവർ നിലവിളിയോടെ അപേക്ഷിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടും അവരുടെ പ്രാർത്ഥനയിലും ദൈവാശ്രയത്വത്തിലും അവരുടെ നിലവിളിയിലും ഒരു പോരായ്മയുണ്ടായിരുന്നു. ആ പോരായ്മയാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് അല്പവിശ്വാസം എന്ന പോരായ്മ, വിശ്വാസക്കുറവ് എന്ന പോരായ്മ, വിശ്വാസത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കുറവ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ശിഷ്യന്മാർ ഈശോയെ വിളിച്ച് കരഞ്ഞതും ശിഷ്യന്മാർ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതും ശിഷ്യന്മാർ ഈശോയിൽ ആശ്രയിച്ചതും സത്യത്തിൽ ഭയം കൊണ്ടാണ്, അല്ലാതെ തമ്പുരാനിലുള്ള പൂർണ്ണമായ വിശ്വാസം കൊണ്ടായിരുന്നില്ല. അത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഭയത്തിൽ നിന്നുള്ള നിലവിളിയാണ്, ഭയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്, ഭയത്തിൽ നിന്നുള്ള ആശ്രയത്വമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ അവരിൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ഈശോ എഴുന്നേറ്റ് അവരോട് പറയുന്നു, അല്പവിശ്വാസികളെ. ഈ അല്പവിശ്വാസം, അവിശ്വാസം, ഈ രണ്ട് വാക്കുകൾ തമ്മിൽ എന്താ വ്യത്യാസം? അവിശ്വാസവും അല്പവിശ്വാസവും തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത അവസ്ഥ, വിശ്വാസം ഇല്ലാത്ത ശൂന്യമായ അവസ്ഥ. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പം വിശ്വാസമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നാം, ഈ അവിശ്വാസത്തേക്കാൾ അല്പം മെച്ചമാണ് അല്പവിശ്വാസം എന്ന്, കുറെ കൂടെ ബെറ്ററാണ് അല്പവിശ്വാസം എന്ന് തോന്നിയേക്കാം. അവിശ്വാസത്തേക്കാൾ കുറെ കൂടെ മെച്ചമാണ് അല്പവിശ്വാസം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയേക്കാം. എന്നാൽ റിസൾട്ടിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതിൻ്റെ പരിണിത ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അവിശ്വാസത്തിൻ്റെ പരിണിത ഫലം എന്താണോ അതുതന്നെയാണ് അല്പവിശ്വാസത്തിൻ്റെ പരിണിത ഫലവും. ഇത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. അല്പമെങ്കിലും വിശ്വാസമുണ്ടല്ലോ എന്ന് കരുതി ആശ്വസിക്കരുത്. അല്പം ഉള്ള വിശ്വാസവും വിശ്വാസം ഇല്ലാത്ത അവസ്ഥയും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അല്പമെങ്കിലും വിശ്വാസമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവിശ്വാസിയേക്കാളും ബെറ്റർ ആണല്ലോ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചേക്കരുത്. കാരണം അല്പവിശ്വാസവും അവിശ്വാസവും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിലുള്ള വിശ്വാസം അത് അല്പമാണെങ്കിൽ പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വളരാനും ഉയരാനും ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മളെ തന്നെ തമ്പുരാനെ അടിയറ വയ്ക്കാനും ആശ്രയിക്കാനും നിരന്തരം അതിനായി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ശിഷ്യരുടെ ഈ നിലവിളിയും കരച്ചിലും പ്രാർത്ഥനയും കേട്ട് ഉണർന്ന ഈശോ ശിഷ്യന്മാരെ നോക്കി അല്പവിശ്വാസികളെ എന്ന് വിളിച്ചുവെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാണ് അവരുടെ നിലവിളികളുടെ കാരണം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നല്ല, മറിച്ച് അല്പവിശ്വാസത്തിൽ നിന്ന് അഥവാ ഭയത്തിൽ നിന്നുണ്ടായ നിലവിളിയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, കൂദാശകളൊക്കെ കൃത്യമായ ഇടവേളകളിൽ സ്വീകരിക്കും, നിരന്തരമായി പ്രാർത്ഥിക്കും, കരുണയുടെ ജപമാല, പരിശുദ്ധ അമ്മയോടുള്ള ജപമാല, കുരിശിൻ്റെ വഴി പ്രാർത്ഥന, ഇതെല്ലാം നടത്തും. തമ്പുരാനെ ആശ്രയിക്കുന്നുണ്ടോ? തീർച്ചയായും ആശ്രയിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നിലവിളിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോഴും മഹാഭൂരിപക്ഷം ദൈവമക്കൾക്കും സംഭവിക്കാറുള്ള ഒരു വലിയ പോരായ്മ, ഇതെല്ലാം ഭയത്തിൽ നിന്ന് വരുന്ന നിലവിളിയായി പോകാറുണ്ട്. അല്ലാതെ സ്നേഹത്തിൽ നിന്ന് വരുന്ന, പൂർണ്ണമായ വിശ്വാസത്തിൽ നിന്ന് വരുന്ന നിലവിളി ആകാതെയും പോകാറുണ്ട്. നമുക്കിത് മനസ്സിലാക്കാൻ ഒരു കുഞ്ഞു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൈശാചിക ഉപദ്രവങ്ങളും ശല്യങ്ങളും പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ നേരിടാറുണ്ട്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യം, വിശുദ്ധ ഗ്രന്ഥത്തിലും വചനത്തിലും വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ എങ്ങനെയാണ് പിശാചിന് നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കുന്നത്? കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സാത്താൻ്റെ തല തകർക്കാൻ അല്ലെങ്കിൽ പിശാചിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് എന്ന്. പിശാചിൻ്റെ തല തകർക്കാൻ വേണ്ടിയാണ്, അവനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്, അവൻ്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈശോ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനായി അവതരിച്ചത്, മനുഷ്യനായി ജീവിച്ചത്, അവസാനം പീഡ സഹിച്ച് ഗാഗുൽത്തായുടെ വിരിമാറിൽ മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി പീഡ സഹിച്ച് ഈശോ മരിച്ചത്, ഉത്ഥാനം ചെയ്തത്
എന്നേക്കുമായി പിശാചിൻ്റെ തല തകർക്കുന്നതിന് വേണ്ടിയും തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അത് 2000 വർഷം മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും പിശാച് പരാജയപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഇന്നും പിശാചിൻ്റെ സ്വാധീനം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു? എന്തുകൊണ്ട് അനേകം ദൈവമക്കൾ പൈശാചിക ഉപദ്രവത്തിൽ പെട്ട് ഉഴലുന്നു? ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പൈശാചിക ഉപദ്രവങ്ങളുടെ ഫലമായി ദൈവമക്കൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ നിഷേധിക്കാൻ പറ്റുകയില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈശോ എന്നേക്കുമായി പിശാചിനെ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 2000 വർഷങ്ങൾക്ക് മുൻപ് തോൽപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് ഇന്നും ദൈവമക്കൾ പൈശാചികമായ ശല്യങ്ങളിലും ഉപദ്രവങ്ങളിലും പെട്ട് കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു? അതിനൊരു ഉത്തരമുണ്ടാകണം, അതിനൊരു കാരണമുണ്ടാകണം. പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി വരാറുള്ള വ്യക്തികൾ, കൗൺസിലിങ്ങിന് വേണ്ടിയോ സ്പിരിച്വൽ ഡിറക്ഷന് വേണ്ടിയോ ഒക്കെ വരാറുള്ള, അല്ലെങ്കിൽ കുമ്പസാരത്തിന് വേണ്ടിയോ ഒക്കെ വരാറുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന, കുടുംബത്തിൽ നേരിടുന്ന പൈശാചികമായ ശല്യങ്ങളെക്കുറിച്ച്, ഉപദ്രവങ്ങളെക്കുറിച്ച് ആകുലപ്പെടാറുണ്ട്, അതിനെക്കുറിച്ച് പങ്കുവെക്കാറുണ്ട്. ചിലർ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സ്വാഭാവികമായ കാര്യങ്ങളെ പൈശാചിക ശല്യങ്ങളായി അവർ തെറ്റിദ്ധരിക്കുന്നതാണ്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പിശാചാണെന്ന് പറയുന്നത് ഒരു ശരിയായ ആധ്യാത്മികതയാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായും പിശാച് അതൊരു യാഥാർത്ഥ്യമാണ്, അവൻ്റെ പ്രവർത്തനങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്, അവൻ്റെ ഉപദ്രവവും ശല്യവും ഒരു യാഥാർത്ഥ്യമാണ്. നിരന്തരം മനുഷ്യരെ ശല്യം ചെയ്യാനും ഉപദ്രവിക്കാനും പിശാച് ശ്രമിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിനെ നിഷേധിക്കാനും പാടില്ല. എന്നാൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി പിശാചാണെന്നും പറയുന്നത് ഒരു ശരിയായ ആധ്യാത്മിക കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും പല ദൈവമക്കളും അനാവശ്യമായി എന്തിനേയും ഏതിനേയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പിശാചിൻ്റെ പ്രവർത്തന ഫലം എന്ന് പറയാറുണ്ട്. അത് ശരിയായ കാഴ്ചപ്പാടല്ല. എന്നാൽ ചിലപ്പോഴൊക്കെ ചില വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരുമായി സംസാരിക്കുമ്പോഴും ചിലതൊക്കെ ശരിക്കും പൈശാചിക ശല്യങ്ങൾ തന്നെയാണ്, പൈശാചിക ഉപദ്രവങ്ങൾ തന്നെയാണ്. അപ്പോൾ പൈശാചിക ഉപദ്രവമാണെന്ന്, പൈശാചിക ശല്യമാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ള സാധാരണ കാര്യങ്ങൾ, നിങ്ങൾ കൃപയിൽ എപ്പോഴും ആയിരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്തുക, കൂടെ കുമ്പസാരിക്കുക, ജപമാല കഴിയുന്നിടത്തോളം ചൊല്ലുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിക്കുക. ഇങ്ങനെയുള്ള സഭ നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന ആത്മീയ കാര്യങ്ങൾ, സാധാരണ കാര്യങ്ങൾ തന്നെയാണ് നിർദ്ദേശിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അതിൽ ചിലരെങ്കിലും പറയാറുണ്ട്, അച്ഛാ ഇതൊക്കെ ചെയ്യുന്നതാണ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്, എന്നിട്ടും പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു, ശല്യങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് അത്ഭുതം തോന്നാം. ദൈവത്തിൻ്റെ കൂടെ നിന്നിട്ടും എന്തുകൊണ്ട്, അല്ലെങ്കിൽ കൗദാശിക ജീവിതം നയിക്കുന്നു, കൂദാശകൾ സ്വീകരിക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ ജപമാല ചൊല്ലുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ, അതും ഒരു യാഥാർത്ഥ്യം തന്നെ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിലുണ്ട്. എന്തായിരിക്കും ആ പ്രശ്നം? ആ പ്രശ്നമാണ്, ആ ഉത്തരമാണ് ഈ വചനഭാഗം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, നമ്മൾ കൗദാശിക ജീവിതം നയിക്കുമ്പോഴും, നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുമ്പോഴും, ഇതൊക്കെ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ വലിയ ഭയമാണ്. പിശാചിനോടുള്ള ഭയം, പിശാച് ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം. ഈ ഒറ്റ വാതില് മതി പിശാചിന് കയറി വരാൻ. ഭയം എന്ന ഒറ്റ വാതില് മതി പിശാചിന് കയറി വരാൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആശ്രയിക്കുന്ന ഞാനും നിങ്ങളും, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും, ദൈവസന്നിധിയിൽ ശരണം വയ്ക്കുന്ന ഞാനും നിങ്ങളും സ്വയം ചോദിച്ചു നോക്കേണ്ട ഒരു ചോദ്യമാണ്, ഇങ്ങനെ ആശ്രയിക്കുന്നൊരു വ്യക്തിയാണ് ഞാനെങ്കിൽ പിശാചിനെ എന്തിന് ഭയപ്പെടണം? തമ്പുരാനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവ പൈതലാണ് ഞാനെങ്കിൽ എന്തിന് പിശാചിനെ ഞാൻ ഭയപ്പെടണം? പിശാചിനെ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ പിശാചിനെ ഭയന്നാൽ തീർച്ചയായും ആ ഭയം എന്ന വാതിൽ ഉപയോഗിച്ച് പിശാച് കയറി വരും നിന്റെ ജീവിതത്തിലേക്ക്.
നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ തന്നെ പറയുന്നൊരു വാക്യമുണ്ട്, നീ വിശ്വസിക്കുന്നത് എന്തോ അതുപോലെ ഭവിക്കട്ടെ. നീ വിശ്വസിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ ആ വചനത്തിൻ്റെ മറ്റൊരു വശമാണ് അല്ലെങ്കിൽ വ്യാഖ്യാനമാണ്, നീ ഭയപ്പെടുന്നതെന്തോ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നീ വിശ്വസിക്കുന്നതെന്തോ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈശോ തന്നെ പറയുന്നു. അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ വിശദീകരണമാണ്, നീ ഭയപ്പെടുന്നതെന്തോ അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം ദൈവമക്കൾ തമ്പുരാനിൽ ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൗദാശിക ജീവിതം നയിക്കുന്നു, കൃപയിൽ എന്നും ആയിരിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പിശാച് കയറി ഉപദ്രവിക്കുന്നതിൻ്റെ കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ പറഞ്ഞതാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഭയമാണ്, പിശാചിന് ഭയമാണ്. പിശാച് ഉപദ്രവിക്കുമോ, പിശാചിനിൽ നിന്നുണ്ടാകുന്ന ശല്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, മുൻകാല അനുഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഭയമാണ് പിശാചിൻ്റെ ഉപദ്രവത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതൽ, ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആഴത്തിൽ ശരണം വയ്ക്കുന്ന ഒരു ദൈവ പൈതൽ പിശാചിനെ ഭയപ്പെടരുത്. അവിലാൽ അമത്രേസ്യ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ഒരു ക്രിസ്ത്യാനിയുടെ മുൻപിൽ പിശാച് എന്ന് പറയുന്നത് അഗ്നിഗോളത്തിൻ്റെ മുൻപിൽ ഈയാമ്പാറ്റയ്ക്ക് തുല്യമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ മുൻപിൽ പിശാച് എന്ന് പറയുന്നത് അഗ്നിജ്വാലകൾക്ക് മുൻപിൽ ഈയാമ്പാറ്റയ്ക്ക് തുല്യമാണ്. സത്യത്തിൽ പിശാച് ഒരു ക്രിസ്ത്യാനിയെ കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. വിശുദ്ധിയിലും ദൈവാശ്രയത്വത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ മുൻപിൽ പിശാച് ഭയന്ന് വിറയ്ക്കുന്നു. നമ്മൾ ഒരിക്കലും പിശാചിനെ ഭയപ്പെടേണ്ടവരല്ല, മറിച്ച് പിശാച് നമ്മയാണ് ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മപരിശോധന ചെയ്തു നോക്കുക. എനിക്ക് പിശാചിന് ഭയമാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അളവ് കുറവാണ്. എന്നിലുള്ള വിശ്വാസവും അല്പവിശ്വാസം തന്നെ. ഈ വചനഭാഗം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ കുറെ കൂടെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ആഴമായ വിശ്വാസം, ദൈവസ്നേഹത്തിൽ പൊതിഞ്ഞ ആഴമായ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ഒന്നിനെയും, ഒരു തിന്മയെയും പിശാചിനെയും ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല എന്ന്, ഫലിക്കുകയില്ല എന്ന് വചനം പറയുന്നുണ്ട്. പിശാചിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈശോയിൽ ആശ്രയിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു തിന്മയും നമ്മെ തൊടുകയില്ല. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.